Next, complex eigenvalues. If lambda is equal to a plus ib is complex, then a comma b are real numbers and I is equal to root of -1. നമുക്കറിയാം കോംപ്ലക്സ് നമ്പർ എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഐഗൺ വാല്യൂസ് ആയിട്ട് ഇതുവരെ നമ്മൾ കണ്ട പ്രോബ്ലത്തിലൊക്കെ നമ്പേഴ്സാണ്, സാധാരണ റിയൽ നമ്പേഴ്സാണ്, ചിലപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് വരാം. ഇങ്ങനെ എ പ്ലസ് ഐ ബി എന്ന രൂപത്തിൽ, അല്ലെ 2+3i എന്ന രൂപത്തിൽ, അല്ലെ 2 - i എന്ന രൂപത്തിലൊക്കെ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് ഐഗൺ വാല്യൂസ് ആയിട്ട് വന്നാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഐഗൺ വെക്റ്റേഴ്സ് കെയും അങ്ങനെ എന്തായിരിക്കും, കോംപ്ലക്സ് നമ്പേഴ്സ് എൻട്രി ആയിട്ടുള്ള വെക്റ്റർ ആയിരിക്കും. ശരി, ഇങ്ങനെയുള്ള വെക്റ്റേഴ്സൊക്കെ ആയിരിക്കും വരാം. അപ്പോൾ നമുക്കറിയാം ഈ വെക്റ്ററിൻ്റെ കെ ബാർ എടുത്തു കഴിഞ്ഞാൽ, കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ എലമെൻറ്റിനെയും കോൺജുഗേറ്റ് എടുക്കുക. അപ്പോൾ എന്താണ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ്? കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് എ പ്ലസ് ഐ ബിൻ്റെ കോൺജുഗേറ്റ് എ മൈനസ് ഐ ബി ആണ്, ലാംഡ ബാർ എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ സാധാരണ ഇത് ബി 0 ആണെന്നെങ്കിൽ ലാംഡ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ ആയിരിക്കും. റിയൽ നമ്പർ ആണ് അതിൻ്റെ കോൺജുഗേറ്റ് അതേ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇതിൽ റിയൽ നമ്പേഴ്സ് ഉള്ളതെങ്കിൽ, അപ്പോൾ സപ്പോസ് 2 - 3 5 ആണെങ്കിൽ കെ ബാർ 2 - 3 5 തന്നെ ആയിരിക്കും, മാറ്റം വരില്ല. ശരിയല്ലേ? അപ്പോൾ കെ റിയൽ എൻട്രീസിൽ അല്ലെ റിയൽ മെട്രിക്സ് ആണെങ്കിൽ കെ ബാറും കെയും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ വ്യത്യാസം വരും. ഇപ്പോൾ കോംപ്ലക്സ് എൻട്രീസ് ആണ് 2+i എന്നുള്ളത് അതിൻ്റെ കോൺജുഗേറ്റ് 2 - i ആയിട്ട് മാറും. -cൻ്റെ കോൺജുഗേറ്റ് -c തന്നെ. 5 - 2i ൻ്റെ കോൺജുഗേറ്റ് 5+2 ആയിട്ട് മാറും. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, റിയൽ എൻട്രീസ് ആണ് അതിലുള്ളത്, റിയൽ എൻട്രീസ് ഉള്ള മെട്രിക്സ്. അപ്പോൾ അതിന് ലാംഡ ഒരു കോംപ്ലക്സ് ഐഗൺ വാല്യൂ ആണെങ്കിൽ വിത്ത് ഐഗൺ വെക്ടർ കെ ആണെങ്കിൽ ലാംഡ ബാറും അല്ലെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റും ഐഗൺ വാല്യൂ ആയിരിക്കും. അതിൻ്റെ ഐഗൺ വെക്ടർ എന്തായിരിക്കും? കെ ബാർ ആയിരിക്കും, ഇതിൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ അറിയാം എ പ്ലസ് ഐ ബൈ റൂട്ടാണ്, എ മൈനസ് ഐ ബൈ റൂട്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ സാധാരണ ഡിറ്റർമിൻ്റ് എ മൈനസ് ലാംഡ ഈക്വൽ 0 എഴുതിയിട്ട് ലാംഡ സോൾവ് ചെയ്തിട്ടല്ലേ ഈ ഐഗൺ വാല്യൂസ് കാണുന്നത്. അപ്പോൾ ഒരു എ പ്ലസ് ഐ ബി റൂട്ടാണെങ്കിൽ എ മൈനസ് ഐ ബി റൂട്ടായിരിക്കും. അപ്പോൾ കോൺജുഗേറ്റും റൂട്ടായിരിക്കും, നമുക്ക് അറിയാം. അപ്പോൾ ഇനി നമുക്ക് ഇത് മുതൽ അങ്ങോട്ട് നിങ്ങൾ പഠിച്ചാലും മതി. ലാംഡ ഈസ് എൻ ഐഗൺ വാല്യൂ ഓഫ് എ വിത്ത് ഐഗൺ വെക്ടർ കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അതിൻ്റെ മീനിങ് എങ്ങനെ എഴുതുക? എ കെ ഈക്വൽ ടു ലാംഡ കെ എന്നല്ലേ എഴുതുക. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? രണ്ട് സൈഡും കോൺജുഗേറ്റ് എടുക്കുക. കോൺജുഗേറ്റ് രണ്ട് പ്രോഡക്റ്റ്, അത് രണ്ട് മെട്രിക്സ്, അതിൻ്റെ കോൺജുഗേറ്റ് എ ബാറിൻ്റെ കെ ബാർ, ഇവിടെ ലാംഡ ബാറിൻ്റെ കെ ബാർ എന്നിട്ടും. പക്ഷേ ഇവിടെ എ ബാർ എന്നുള്ള എ തന്നെയായിരിക്കും, കാരണം എയിൽ റിയൽ എൻട്രീസ് അല്ല, അത് എ ബാർ എ തന്നെയായിരിക്കും. അപ്പോൾ എ ബാറിന് എ തന്നെ കൊടുക്കുക. എ കെ ബാർ ഇസിക്ക് ലാംഡ ബാർ കെ. ഇങ്ങനെ എഴുതിയാൽ ഇത് എഴുതിയ പോലെ നോക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ലാംഡ ബാർ ഈസ് എൻ ഐഗൺ വാല്യൂ വിത്ത് ഐഗൺ വെക്ടർ കെ ബാർ. അതാണല്ലോ പറയേണ്ടത്. അപ്പോൾ ലാംഡ ഈസ് എൻ ഐഗൺ വാല്യൂ ഓഫ് എ വിത്ത് ഐഗൺ വെക്ടർ കെ ആണെങ്കിൽ ലാംഡ ബാർ അതിൻ്റെ കോൺജുഗേറ്റും ഐഗൺ വാല്യൂ ആയിരിക്കും വിത്ത് ഐഗൺ വെക്ടർ കെ ബാർ. ഇതിൻ്റെ കെ അറിയെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കെ ബാർ ആയിരിക്കും. അപ്പോൾ ഇത് എളുപ്പമാണ്. നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ട് പഠിച്ചാലും മതി, ഇത്രയും മതി. ഇത് ഈ ഭാഗം ആവശ്യമില്ല, അത് അത് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് കോൺജുഗേറ്റ് റൂട്ട്സ് ഒക്കറിൻ കോൺജുഗേറ്റ് പേയേഴ്സ് ആണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത് ഇതില്ലെങ്കിലും പ്രശ്നമില്ല, ഇത് എടുത്തിട്ട് പഠിച്ചാലും മതി. ഓക്കെ, ഇനി ഇതൊരു ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ് ഓഫ് മെട്രിക്സ് 6 - 1 5 4. സാധാരണ രീതിയിൽ നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈ 0 എന്ന് കൊടുത്തിട്ടാണ് ലാംഡ കണ്ടുപിടിക്കുക. എ മൈനസ് ലാംഡ കാണാൻ എളുപ്പമാണ്. ഈ 6 - ലാംഡ 4 - ലാംഡ ആക്കിയാൽ മതി. അപ്പോൾ അതിന് ഡിറ്റർമിനന്റ് 0 എന്ന് എഴുതാം. ഡിറ്റർമിനന്റ് ദിസ് സ്ക്വയർ 2/2 മെട്രിക്സ് അല്ലേ, പെട്ടെന്ന് ഡിറ്റർമിനാണ്. ദിസ് മൾട്ടിപ്ലൈ മൈനസ് ദിസ് ആയിക്കോട്ടെ 0 എന്ന് എഴുതി. അപ്പോൾ അത് സിംപ്ലിഫിക്കേഷനൊക്കെ നോക്കുകയാണെങ്കിൽ 6 × 4 6 × -ലാംഡ -ലാംഡ × 4 -ലാംഡ -ലാംഡ അങ്ങനെയാണ് ഇത് എഴുതിയത്. +5 = 0 എന്ന് എഴുതി. 24 - 6 ലാംഡ -4 ലാംഡ + ലാംഡ സ്ക്വയർ +5 = 0 ആയി. -6 ലാംഡ -4 ലാംഡ -10 ലാംഡയായി. 24 + 5 29. അപ്പോൾ ഇങ്ങനെ എഴുതും. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ലാംഡയാണ്. ലാംഡ -b + 1 √b² - 4ac/2a എന്ന രീതിയിൽ ഇതിൻ്റെ റൂട്ട് -16 വരും. റൂട്ട് -16 റൂട്ട് -1 റൂട്ട് 16 ആണ്. റൂട്ട് -1 i എന്ന് എഴുതും, റൂട്ട് 16 4 എന്ന് എഴുതും. അപ്പോൾ അത് +4 - i × 4/2. 2 കൊണ്ട് ഇവിടെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 10/2 + i 4/2. 5 + 2i 5 - 2i ആണ്. ഇതാണ് ഒന്ന് ലാംഡയാണ്, മറ്റേ ലാംഡ ബാർ. അപ്പോൾ ഇത് ലാംഡ എടുത്താൽ മറ്റേ ലാംഡ ബാർ ആയിരിക്കും. അപ്പോൾ ലാംഡയുടെ കെ XY എന്ന് എടുക്കണം. അപ്പോൾ രണ്ടെണ്ണല്ലോ അല്ലേ, സ്ക്വയർ മെട്രിക്സ് 2/2 അല്ലേ. അപ്പോൾ XY സെറ്റ് വേണ്ട, XY എടുക്കൂ. അതെന്ത് ചെയ്യണം? എ മൈനസ് ലാംഡ ഇൻറ്റു കെ 0 എന്ന് എഴുതി. അപ്പോൾ എ മൈനസ് ലാംഡ ഇൻറ്റു കെ 0 എന്ന് എഴുതി. എന്നിട്ട് ലാംഡയ്ക്ക് എന്ത് കൊടുക്കണം? 5 + 2i ബ്രാക്കറ്റ് ഇടണേ. ലാംഡ കാണുന്നത് 5 + 2i ഇവിടെ ഇടുക.
സിംപ്ലിഫിക്കേഷൻ 6 - 5 1 പിന്നെ -2i അതായത് ഇവിടെ 4 - 5 -1 പിന്നെ -2i പിന്നെ x/0 എന്ന് എഴുതി അവിടെ എന്ത് ചെയ്യണം നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതുക ഇക്വേഷൻ ആക്കിയാൽ മറ്റുക ഇത് സോൾവ് ചെയ്യുന്ന ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എടുത്ത് സോൾവ് ചെയ്യാൻ പ്രയാസമാണിത്. അപ്പോൾ ഇത് എളുപ്പം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ 1 - 2i × x + -1 × y = 0 ഫസ്റ്റ് ഇതാണ്. അടുത്ത 5x + 1 - 2i × y = 0 അങ്ങനെ രണ്ട് ഇക്വേഷൻ എഴുതി. ഇവിടുന്ന് എളുപ്പം എന്താ വെച്ചാൽ എക്സും വൈയും കാണാൻ എക്സ് ഇതായിരിക്കും, എക്സ് ഇതും വൈ ഇതും അങ്ങനെ എടുത്താൽ മതി. അങ്ങനെ എടുക്കുമ്പോൾ ക്യാൻസൽ 0 എന്ന് കിട്ടണമെങ്കിൽ ഒന്ന് മറ്റേൻ്റെ നെഗറ്റീവ് ആയിരിക്കണ്ടേ. അതുകൊണ്ട് x-1 എടുക്കരുത്, x1 എടുത്താൽ മതി, y ഇത് തന്നെ എടുത്താൽ മതി. അപ്പോൾ ഇത് ഒന്ന് മറ്റേനെ -1 ആയി. ഇവിടെ -1 × 1 - 2i ആയിരിക്കും, ഇവിടെ 1 - 2i × 1 ആയിരിക്കും. അപ്പോൾ ഒന്ന് മറ്റേനെ മൈനസ് ആയിരിക്കും, അപ്പോൾ 0 ആയിക്കോളും. അങ്ങനെ x1 y 1 - 2 ഇങ്ങനെ എടുത്താൽ ഇങ്ങനെ നോക്കിയിട്ട് എടുത്താൽ മതി. അത് ഇവിടെ വെരിഫിക്കേഷനാണ്. ഇത് ശരി ഇത് തന്നെയാണോ രണ്ടാമത്തിൽ കൊടുത്തിട്ട് വെരിഫൈ ചെയ്യുന്നതാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ xy അതായത് 1 - 2i ആണ് k. ഓക്കെ, അപ്പോൾ ഏതിൻ്റെ ഈ പറയുന്ന ലാംഡ 5 + 2i ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ k എന്തായിരിക്കും? 1 - 2i. അങ്ങനെയാണെങ്കിൽ മറ്റത് പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട. ലാംഡ ബാർ രണ്ടാമത്തെ 5 - 2i ആണെങ്കിൽ അതിൻ്റെ എന്തായിരിക്കും? ഇതിൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കും. ഇതിൻ്റെ കോൺജുഗേറ്റ് അതായത് 1 ബാർ 1 - 2i ബാർ എന്ന് വെച്ചാൽ ആയിരിക്കും 1 + 2i എന്ന് പറഞ്ഞ മെട്രിക്സ് ആയിരിക്കും ഏതിൻ്റെ മറ്റതിൻ്റെ ഐഗൺ വെക്ടറായിട്ട് വരിക. അതാണ് ഇതിന് എളുപ്പം. ശരി, രണ്ടാമത്തതും ഇതുപോലെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തിയറപ്രകാരം അറിയാം ലാംഡേൻ്റെ ഐഗൺ വെക്ടർ കെ ആണെങ്കിൽ ലാംഡ ബാറിൻ്റെ ഐഗൺ വെക്ടർ കെ ബാർ ആണ്. കെ നമുക്ക് കിട്ടിയല്ലോ, പിന്നെ ഇതേപോലെ ആവർത്തിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കോൺജുഗേറ്റ് എടുത്താൽ മതി. അപ്പോൾ 1 ബാർ എന്നുള്ളത് റിയൽ നമ്പർ ആയതുകൊണ്ട് 1 തന്നെയാണ്. 1 - 2i ൻ്റെ ബാർ 1 + 2i ആയിരിക്കും. അപ്പോൾ ഇത് മെട്രിക്സ് ആയിരിക്കും 1 + 2i എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ കോളം മെട്രിക്സ് ആയിരിക്കും ഏതിൻ്റെ? ലാംഡ ബാറിൻ്റെ അതായത് 5 - 2i ൻ്റെ എന്ത് ഐഗൺ വെക്ടർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഐഗൺ വാല്യൂസ് ആൻഡ് സിംഗുലർ മെട്രിക്സിനെ പറ്റി പറയാം. സിംഗുലർ മെട്രിക്സ് പറഞ്ഞാൽ ഒരു മെട്രിക്സ് സിംഗുലർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടാൽ ≠ 0 ആയിരിക്കണം. അങ്ങനെയാണത് നോൺ സിംഗുലർ ആണ്. സിംഗുലർ ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കണം. അപ്പോൾ ഒരു മെട്രിക്സ് സിംഗുലർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കണം. നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ≠ 0 ആയിരിക്കണം എന്ന് മനസ്സിലാക്കുക. സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. കാരണം ഡിറ്റർമിനൻറ്റ് കാണണമെങ്കിൽ സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം എന്ന് അണ്ടർസ്റ്റുഡ് ആണ്. ഇനി ഒരു കാര്യം എന്താ വെച്ചാൽ ലാംഡ = 0 എന്നുള്ളത് ഒരു ഐഗൺ വാല്യൂ ഓഫ് എ ഏതെങ്കിലും ഒരു മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ ആണെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും അത് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. ആ മെട്രിക്സ് സിംഗുലർ ആയിരിക്കും. 0 ഐഗൺ വാല്യൂ വരണമെങ്കിൽ ആ മെട്രിക്സ് സിംഗുലർ മെട്രിക്സ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ലാംഡ = 0 ഇസ് എൻ ഐഗൺ വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ എക്സിസ്റ്റ് കെ ഒരു ഐഗൺ വെക്ടർ ഉണ്ടാവണമെന്നല്ലേ. സച്ച് ദാറ്റ് എന്തായിരിക്കണം? എ k = ലാംഡ k. അപ്പോൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണേ പറയുന്നത്. ഇതിൻ്റെ ഡെഫിനിഷനാണ്, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റും. അപ്പോൾ ദാറ്റ് ഈസ് a k = 0k. ലാംഡ എന്ന് പറഞ്ഞാൽ 0 അല്ലേ, 0k. അപ്പോൾ a k = 0. 0 × k ഒരു മെട്രിക്സിന് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 0 മെട്രിക്സ് ആയി പോകും. അപ്പോൾ a k = 0 മെട്രിക്സ് ആയി. ബട്ട് k 0 ആവില്ല, k 0 ആവില്ല. അപ്പോൾ ദെർഫോർ ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കണം. ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കും. മനസ്സിലായില്ലേ? k 0 ആവില്ല. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് a 0 ആയിരിക്കും. രണ്ടാമത്തേന് ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കും. അതാണ് പിന്നെ പ്രോപ്പർട്ടി. k 0 അല്ല എന്നുള്ള ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവുക എന്നുള്ളൊരു പ്രോപ്പർട്ടിയാണത്. k = 0 എന്നുള്ളതിന് ഇവിടെ k എന്ന് പറഞ്ഞാൽ 0 ആവുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കണം. ഡിറ്റർമിനൻ്റ് 0 ആവുന്ന പറഞ്ഞാൽ അത് സിംഗുലർ ആയിരിക്കും. അപ്പോൾ ഇത് പ്രൂവ് ചെയ്തല്ലോ. ലാംഡ = 0 ഐഗൺ വാല്യൂ ആകുമ്പോൾ ഏതെങ്കിലും ഒരു മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ ആണെങ്കിൽ ആ മെട്രിക്സ് സിംഗുലർ ആയിരിക്കണം. ഒറ്റയടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പമാണിത്. അതൊക്കെ പഠിച്ച് ചെറിയ റിസൾട്ടൊക്കെ പഠിച്ചു വെച്ചോളൂ. ഇനി ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എ ഈസ് നോൺ സിംഗുലർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് 0 ഈസ് നോട്ട് ആൻ ഐഗൺ വാല്യൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലൻ്റ് ആണല്ലോ കണ്ടീഷൻ. 0 ഐഗൺ വാല്യൂ ഉണ്ടെങ്കിൽ എ സിംഗുലർ ആയിരിക്കും. അപ്പോൾ എ നോൺ സിംഗുലർ ആണെങ്കിൽ എന്തായിരിക്കും? 0 ഐഗൺ വാല്യൂ വരില്ല. എ ഈസ് നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ≠ 0 ആവുന്ന രീതിയിലുള്ള ഒരു മാട്രിക്സ് ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി 0 ഈസ് നോട്ട് ആൻ ഐഗൺ വാല്യൂ. 0 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല. ലാംഡ 0 എന്നുള്ള വാല്യൂ സോൾവ് ചെയ്താൽ കിട്ടില്ല. ഓക്കെ, അങ്ങനെയുള്ള എ കെ. ഇനി ഷോ ദാറ്റ് ഡിറ്റർമിനൻ്റ് എ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഐഗൺ വാല്യൂസ്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ചിലപ്പോൾ ചോദിക്കും. ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടാൽ അത് അതിൻ്റെ ഐഗൺ വാല്യൂസിൻ്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ലാംഡ 1 ലാംഡ 2 എക്സെട്ര ലാംഡ n എന്ന് പറഞ്ഞതാണ് ഐഗൺ വാല്യൂസ് ഒരു മെട്രിക്സിൻ്റെ എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ
ഇത് നമ്മൾ ഡെഫിനിഷൻ പ്രകാരം ഇതൊക്കെ റൂട്ട്സ് ആയിരിക്കും. ഇതിൻ്റെ റൂട്ട്സ് ആയിരിക്കും ഈ ഡിറ്റർമിനൻ്റ് എ മൈനസ് ലാംഡ ഈക്വൽ 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ റൂട്ട്സ് ആയിരിക്കും. അപ്പോൾ ഒരു റൂട്ടുണ്ട് അതിന് കണക്കാക്കി ഫാക്ടർ ഉണ്ടാവും. ഇപ്പോൾ 2 റൂട്ടാണ് x-2 എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ടാവുമെന്ന് പറയില്ലേ എൻ്റെ. അതുപോലെ λ1 റൂട്ടാണെങ്കിൽ ഒരു λ-λ1 ലാംഡയിലുള്ള ഇക്വേഷനല്ലേ, എക്സ് അല്ല ഇവിടെ ലാംഡയിലുള്ള ഇക്വേഷനല്ലേ. അപ്പോൾ λ1 റൂട്ടാണെങ്കിൽ λ-λ1, λ2 റൂട്ടാണെങ്കിൽ λ-λ2, λn റൂട്ടാണെങ്കിൽ λ-λn. ഇതൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും ഇതിൻ്റെ ഈ ഇക്വേഷൻ്റെ ഓർ ഇറ്റ്സ് ഫാക്ടേഴ്സ്. അതുകൊണ്ട് നമ്മൾ ആ ഇക്വേഷനെ ഡിറ്റർമിനൻ്റ് എ മൈനസ് ലാംഡ എന്ന് പറഞ്ഞ ഇക്വേഷനെ ഇതിൻ്റെ പ്രോഡക്റ്റ് ആക്കി ഇങ്ങനെ എഴുതാൻ പറ്റും, ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. അതിനൊരു ചേഞ്ച് വരുത്താണ്. ഇത് λ-λ1 എന്നൊക്കെ തിരിച്ചെഴുതി, അപ്പോൾ 0 തന്നെയായിരിക്കും, ഈക്വൽ ടു 0 തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെ എഴുതി 0 എന്നായി. അപ്പോൾ ഇനി ലാംഡയ്ക്ക് 0 എടുത്തു വെക്കുക. ഇവിടെ λ 0 കൊടുത്തല്ല, λ 0 എടുത്തു വെക്കുക. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ എന്നാവും. ഇവിടെ λ 0 ആണ്, ഇവിടെ ഈ സൈഡ് ഡിറ്റർമിനൻ്റ് എ എന്നാവും. ഇവിടെ λ1 ഇൻറ്റു λ2 ഇൻറ്റു എക്സെട്രാ λn എന്ന് വരും അല്ലേ. λ 0 എടുത്താൽ ഇവിടെ λ2 ആണ്. ഓക്കെ, അപ്പോൾ ആ തരത്തിൽ ഇത് വളരെ എളുപ്പമാണിത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ λ1 λ2 എക്സെട്രാ λn ആണ് ഐഗൺ വാല്യൂസ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതൊക്കെ തന്നെ എന്തായിരിക്കും റൂട്ട്സ് ഓഫ് ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്നുള്ള ഡിറ്റർമിനൻ്റ് ആയിരിക്കും. പക്ഷേ ഇത് ഓരോന്നും റൂട്ട്സാണ്, അതിന് കറസ്പോണ്ട് ആയിട്ട് ഫാക്ടേഴ്സ് ഉണ്ടാവും. λ1 റൂട്ടാണ് λ-λ1, λ2 റൂട്ടാകുമ്പോൾ λ-λ2, അങ്ങനെ λn റൂട്ടാകുമ്പോൾ λ-λ. ഇത് ഫാക്ടേഴ്സ് ആയിരിക്കും. ഈ ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും ആ പറയുന്ന ഇക്വേഷൻ. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ അങ്ങനെ പ്രോഡക്റ്റ് ആക്കി ഇടും. ആ പ്രോഡക്റ്റ് തിരിച്ചെഴുതും. തിരിച്ചെഴുതുകൊണ്ട് കുഴപ്പമില്ല, ഈക്വൽ ടു 0 ആയതുകൊണ്ട് തിരിച്ച് എഴുതും. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കാണുമെന്ന് വെച്ചാൽ ലാംഡയ്ക്ക് ഇനി 0 കൊടുത്താൽ ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ രണ്ട് സൈഡും ലാംഡയ്ക്ക് 0 വരുമ്പോൾ ഇവിടെയും λ 0 വരും, ഇവിടെയൊക്കെ λ 0. അപ്പോൾ λ1 λ2 λn ഈ സൈഡ് വരും, ഈ സൈഡ് ഡിറ്റർമിനൻ്റ് എ എന്ന് വരും. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് വരും. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. λ1 5 + 2i, λ2 5 - 2i. അത് വരുമല്ലോ, ഒന്ന് ഉണ്ടെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് ഉണ്ടാവും. ഐഗൺ വാല്യൂസ് ഓഫ് എ നമ്മൾ നേരത്തെ കണ്ടതാണ്, ഐഗൺ വാല്യൂസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് നമ്മൾ നേരിട്ട് കാണുക. 4 × 6 - -1 × 5, അപ്പോൾ 29 ആണ്. എന്നാൽ ഇത് തമ്മിൽ പ്രോഡക്റ്റ് എടുത്ത് നോക്കുക. λ1 λ2 പ്രോഡക്റ്റ് എടുത്ത് a + b × a - b, a² - b². അപ്പോൾ 5² - 2i², i² - 1 ആണ്. അപ്പോൾ ഇത് 25 - 4 × -1 29. അപ്പോൾ രണ്ട് ഈക്വൽ ആണ്. ഡിറ്റർമിനൻ്റ് ഈസ് ഈക്വൽ λ1 λ2 അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് ആണ്. വെരിഫിക്കേഷനാണ്. നേരത്തെ പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അത് പൊതുവേ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഒരു മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഐഗൺ വാല്യൂസിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു പ്രോപ്പർട്ടി അതിന് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ് ഓഫ് എ ഇൻവേഴ്സ്. ഒരു മെട്രിക്സ് തന്നാൽ അതിൻ്റെ ഇൻവേഴ്സ് മെട്രിക്സിനെ പറ്റി നമുക്ക് പറയാൻ പറ്റും. ഒരു മെട്രിക്സ് എന്നാൽ അതിൻ്റെ ഐഗൺ വാല്യൂസോ ഐഗൺ വെക്ടേഴ്സോ കാണാൻ അറിയാം. അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സ് ഇൻവേഴ്സിൻ്റെ അതിലും തന്നെ കിട്ടും, വേറെ സെപ്പറേറ്റ് കാണേണ്ട ആവശ്യമില്ല. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഇഫ് ലാംഡ ഈസ് ആൻ ഐഗൺ വാല്യൂ ഓഫ് എ വിത്ത് കറസ്പോണ്ടിങ് ഐഗൺ വെക്ടർ കെ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ലാംഡ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/λ. ഉദ്ദേശിക്കുന്ന 1/λ മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടണം. അതാണ് ലാംഡയും ലാംഡ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടണം. അതാണ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സാണ്. അപ്പോൾ ലാംഡ ഇൻവേഴ്സ് 1/λ ഈസ് ആൻ ഐഗൺ വാല്യൂ ഓഫ് എ ഇൻവേഴ്സ് വിത്ത് സെയിം ഐഗൺ വെക്ടർ കെ. കെ ഇൻവേഴ്സ് എഴുതരുതേ, വിത്ത് സെയിം ഐഗൺ വെക്ടർ കെ. ഇതാണ് പ്രോപ്പർട്ടി. അപ്പോൾ ഇതൊന്നുമില്ല, ലാംഡ ഈസ് ആൻ ഐഗൺ വാല്യൂ ഓഫ് എ വിത്ത് ഐഗൺ വെക്ടർ കെ എന്നുള്ളത് നമ്മൾ ഇങ്ങനെ എഴുതാം. എ കെ ഈക്വൽ ലാംഡ കെ. രണ്ട് സൈഡ് എ ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുക. ലെഫ്റ്റ് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി വരെ എങ്ങനെ ഇടും? ഇവിടെ ലാംഡ പുറമെ എടുക്കുക, സ്കേലാറല്ലേ, ലാംഡ ഇൻവേഴ്സ് കെ എന്നിടും. ഇത് ഐ ആയിരിക്കും അല്ലേ. സാധാരണ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ഐഡൻറ്റി മെട്രിക്സ് ആയിരിക്കും. ഐ ഇൻറ്റു കെ ഈസ് ഈക്വൽ ലാംഡ ഇൻറ്റു ഇൻവേഴ്സ് കെ എന്നിട്ടു. ഐ ഇൻറ്റു കെ എന്ന് പറഞ്ഞാൽ കെ ആണ്, ലാംഡ ഇൻറ്റു ഇൻവേഴ്സ്. ഈ ലാംഡ ഇപ്പുറത്തേക്ക് എടുത്താൽ എ ഇൻവേഴ്സ് കെ ഈസ് ഈക്വൽ 1/λ ഇൻറ്റു കെ എന്ന് വന്നു. അപ്പോൾ ഇങ്ങനെ എഴുതിയ മീനിങ് എന്താ? 1/λ ഈസ് എൻ ഐഗൺ വാല്യൂ ഓഫ് എ ഇൻവേഴ്സ് വിത്ത് ഐഗൺ വെക്ടർ കെ ഇറ്റ്സെൽഫ്, കെ തന്നെ അല്ലേ. ദിസ് ഇംപ്ലൈസ് 1/λ ഈസ് എൻ ഐഗൺ വാല്യൂ ഓഫ് എ ഇൻവേഴ്സ് വിത്ത് സെയിം ഐഗൺ വെക്ടർ കെ അല്ലേ, കെ. ഇതാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ കാര്യം ഉപയോഗിച്ചുള്ള പ്രോബ്ലം നോക്കാം. എ എന്ന് പറഞ്ഞ മാട്രിക്സ് തന്നിട്ടുണ്ട് 4 0 2 3. അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് കാണേണ്ട ആവശ്യമില്ല.
അപ്പോൾ നമ്മൾ ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടർ ഓഫ് എ ഇൻവേഴ്സ് എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ എയുടെ ഐഗൺ വാല്യൂസ് കണ്ടാൽ മതി. എയുടെ ഐഗൺ വാല്യൂസ് എന്താണ്? അതിൻ്റെ റെസിപ്രോക്കലായിരിക്കും എന്ത്? എ ഇൻവേഴ്സിൻ്റെ ഐഗൺ വാല്യൂസ്. പിന്നെ ഐഗൺ വെക്ടർ ഒരു മാറ്റം ഉണ്ടാവില്ല. അത് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ എയിൻ്റെ ഐഗൺ വാല്യൂസ് കണ്ടാൽ മതി നമുക്ക്. അപ്പോൾ എ മൈനസ് ലാംഡ എഴുതുക. അപ്പോൾ ഈ ഡയഗണൽ മാത്രം മാറ്റിയാൽ 4 മൈനസ് ലാംഡ 3 മൈനസ് ലാംഡ. അപ്പോൾ ഡിറ്റർമിനൻ്റ് 0 എന്ന് എഴുതിയാൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് -2 × 0 0. അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ ലാംഡയ്ക്ക് 2 വാല്യൂ ഉണ്ടാവും, ലാംഡ 3 ലാംഡ 4 അല്ലേ. അപ്പോൾ ഒന്ന് ലാംഡ 1 ഒന്ന് ലാംഡ 2 എടുക്കുക. ലാംഡ 1 3 ആകുമ്പോൾ അതിന് അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് K1 കാണണ്ടേ, അത് x5 എന്ന് എടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ പുട്ട് ചെയ്യുക. എന്നിട്ട് അത് ഇൻറ്റ് 0 എന്ന് എഴുതി. അപ്പോൾ ഇക്വേഷനായിട്ട് മാറും. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കേണ്ട എക്സും വൈ എന്നാണ് K1 എടുത്തതെങ്കിൽ K നോൺ സീറോ ആയിരിക്കണം എന്ന് ഓർക്കണം എപ്പോഴും. ഐഗൺ വെക്ടർ എപ്പോഴും നോൺ സീറോ ആയിരിക്കണം, 2 സീറോ ആവരുത്, എക്സും വൈ സീറോ ആവരുത്. അപ്പോൾ ആ രീതിയിൽ ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ 0 × y എന്നുള്ളത് 0 ആവാം. y ഏത് വില എടുത്താലും 0 × വന്നാൽ 0 ആയി പോകും. പക്ഷേ ഇവിടെ ഇത് 2 സീറോ ആയാൽ നമുക്ക് 0 ആവും. അപ്പോൾ എളുപ്പത്തിന് y 1 എടുക്കുക, x 0 എടുക്കുക. അപ്പം പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇവിടെ ശരിയാവും, ഇവിടെ ശരിയാവും. x 0 എടുക്കുക, y 1 എടുക്കുക. മനസ്സിലായില്ലേ? ആ രീതിയിൽ എടുക്കുമ്പോൾ ഒരു സൊല്യൂഷനായി. അത് ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ K1 എന്ന് പറഞ്ഞാൽ xy. അപ്പോൾ 0 1 അത് നോൺ സീറോ വെക്ടർ ആയില്ലേ, 2 സീറോ അല്ല. നോൺ സീറോ വെക്ടർ കിട്ടണമെന്നേ ഉള്ളൂ. അതുപോലെ അടുത്ത ലാംഡ ടു 4 എടുക്കുക. K2 നമ്മൾ അതുപോലെ ഒരു വേറെ ഒന്ന് xy എടുക്കുക. എ മൈനസ് ലാംഡ ടു ഇൻറ്റു K2 0 എന്ന് എഴുതുക. എന്നിട്ട് 4 മൈനസ് ലാംഡ ടു. അപ്പോൾ ലാംഡ ടുവിൻ്റെ വില 4 എടുത്തു. അത് വേറെ ഇങ്ങനെ കിട്ടും. ഇത് ഇക്വേഷനാക്കി എഴുതുമ്പോൾ 0x + 0y = 0 ആയി. അതുപോലെ 2x + -1 അല്ലെ 2x + -1 0 ആയി. അപ്പോൾ ഇവിടെയും നമ്മൾ ഈ എക്സും വൈയും 2 സീറോ ആവരുത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ ഇത് 2 സീറോ ആവരുന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ എക്സിന് ഇത് നോക്കിയാൽ പറയാം. എക്സിന് 1 കൊടുത്താൽ വൈക്ക് ഇവിടെ 2 കൊടുക്കണം. അപ്പോൾ ഇത് സീറോ ആയിക്കോളും. അത് ഇവിടെ ശരിയാവും. ഇവിടെ എക്സും വൈ ഏത് വില എടുത്താലും സീറോ ആവും, കാരണം 0 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ എക്സും വൈക്ക് ഏത് കൊടുത്താലും ശരിയാവും. ഇത് ശരിയാവണമെങ്കിൽ എക്സിന് നമ്മൾ സൗകര്യത്തിന് 1 എടുക്കുക, വൈക്ക് 2 കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ K2 എന്ന് പറഞ്ഞാൽ xy എന്ന് കിട്ടി, 1 2 കിട്ടി. ഓക്കെ. അപ്പോൾ നമുക്ക് ലാംഡ 1 = 3 ലാംഡ 2 = 4 ആർ ദ ഐഗൺ വാല്യൂസ് ഓഫ് എ ആണ് തന്നില്ല ഇതിൻ്റെ വിത്ത് ഐഗൺ വെക്ടേഴ്സ് K1 ആൻഡ് K2 റെസ്പെക്റ്റീവ്ലി. ഇനി അതുകൊണ്ട് നമുക്കറിയാം അതിൻ്റെ റെസിപ്രോക്കൽ ലാംഡ 1 ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/3, ലാംഡ 2 ഇൻവേഴ്സ് 1/4 ആയ ഐഗൺ വെക്ടേഴ്സ് ഓഫ് വിച്ച് ഏതിൻ്റെ ആയിരിക്കും? എ ഇൻവേഴ്സ് അല്ലേ. എ ഇൻവേഴ്സ് മെട്രിക്സിൻ്റെ അതാണ് ചോദിച്ചത്. എ ഇൻവേഴ്സ് വിത്ത് സെയിം ഐഗൺ വാല്യൂസ് K1 ആൻഡ് K2. അതേ ഐഗൺ വാല്യൂസ് ആയിരിക്കും, വെക്ടേഴ്സ് ആയിരിക്കും റെസ്പെക്റ്റീവ്ലി. ഓക്കെ. ഇനി ഒരു റിസൾട്ട് നോക്കുക. നമുക്ക് തന്നുള്ള മെട്രിക്സ് അപ്പർ ട്രയാങ്കുലറോ ലോവർ ട്രയാങ്കുലറോ അല്ലെങ്കിൽ ഡയഗണൽ മെട്രിക്സോ, ഡയഗണൽ മെട്രിക്സ് പറഞ്ഞാൽ ഡയഗണൽ എൻട്രി മാത്രം 0 അല്ലാണ്ട് വരും. ബാക്കിയെല്ലാം മുകളിലും താഴെയൊക്കെ ഡയഗണലിന് മെയിൻ ഡയഗണലിന് എബോവും ബിലോ ഒക്കെ 0 ആയിരിക്കും. മെയിൻ ഡയഗണലിന് ബിലോ എല്ലാം 0 ആണെങ്കിൽ അപ്പർ ഭാഗം ഉണ്ടാവുന്നില്ല, അതിനർത്ഥം അപ്പർ ട്രയാങ്കിളായിരിക്കും. മെയിൻ ഡയഗണലിന് ബിലോ എബോവ് എല്ലാം 0 ആണെങ്കിൽ ലോവർ ഉണ്ട്, ലോവർ ട്രയാങ്കിൾ. ഇങ്ങനെയുള്ള മെട്രിക്സസ് ഒക്കെ ആണെങ്കിൽ ഉള്ള പ്രത്യേകത എന്താണ്? ഇങ്ങനെയുള്ള മെട്രിക്സസിനൊക്കെ അതിൻ്റെ ഐഗൺ വാല്യൂസ് പ്രത്യേകം കാണേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഡയഗണൽ എൻട്രീസ് ആയിരിക്കും അതിൻ്റെ ഐഗൺ വാല്യൂസ്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇത് എന്ത് മെട്രിക്സാണ്? ഇവിടെ എങ്ങനെ കാണിച്ചിട്ടുണ്ടോ? ലോവർ ഭാഗമേ ഉള്ളൂ. ഈ മെയിൻ ഡയഗണലിൻ്റെ മുകളിൽ 0 ആണ്, താഴെ ഭാഗമേ ഉള്ളൂ എന്നർത്ഥം. താഴെ 0 ആണെങ്കിൽ ഇത് ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. താഴെ 2 ഉണ്ട്. അപ്പോൾ ഇത് ലോവർ ട്രയാങ്കുലർ, ലോവർ സൈഡിൻ്റെ ലോവർ ട്രയാങ്കുലർ ആണ്. അതിൻ്റെ ഐഗൺ വാല്യൂസ് എന്തായിരിക്കും? മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് 4 ഉം 3 ആയിരിക്കും. ലാംഡ 1 ലാംഡ 2 പ്രത്യേകം അല്ലാതെ നമ്മൾ ഉപയോഗിച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ലാതെ. അതുപോലെ ഇവിടെ ഇത് അപ്പർ ട്രയാങ്കുലറാണ്, അപ്പർ സൈഡേ ഉള്ളൂ. ഇവിടെയൊക്കെ ലോവറൊക്കെ 0. മെയിൻ ഡയഗണലിന് താഴെ ഭാഗം എല്ലാം 0. ഇതൊരു മെയിൻ ഡയഗണൽ. അപ്പോൾ അതിൻ്റെ താഴെ ഇത് മുകളിലത്. താഴെ എല്ലാം 0 എന്ന് പറഞ്ഞാൽ അപ്പർ ഉള്ളൂ എന്നല്ല, അപ്പർ ഉള്ളത് അപ്പർ ട്രയാങ്കുലർ. അപ്പോൾ അതിൻ്റെതും ഐഗൺ വാല്യൂസ് പ്രത്യേകം കാണേണ്ട ആവശ്യമില്ല. ഐഗൺ വാല്യൂസ് 1 5 7 ആയിരിക്കും. ലാംഡ 1 ലാംഡ 2 ലാംഡ 3 -7 ആയിരിക്കും. ഇതെന്തായാലും ഇത് ഡയഗണൽ മാത്രമേ ഉള്ളൂ, മുകളിലും താഴെ 0. ഡയഗണൽ എല്ലാം 0 അല്ല, ഡയഗണലിൽ ഒരു 1 ഉണ്ടല്ലേ, ഒരു 1 മതി, ഏതെങ്കിലും ഒന്ന് നോൺ 0 ആയിട്ട്. അപ്പോൾ ഡയഗണലാണ്. അപ്പോൾ ഡയഗണൽ മെട്രിക്സ് ആണ്. അതിൻ്റെ ഐഗൺ വാല്യൂസ് 0 0 1 ആണ്. എന്ന് പറഞ്ഞാൽ 0 1 ആണ് അതിൻ്റെ ഐഗൺ വാല്യൂസ് വരിക. ഓക്കെ. ഇനി ഇത് ഉപയോഗിച്ച് നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഫൈൻഡ് ദ ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ് ഓഫ് 3 4 -1 7. അപ്പോൾ സാധാരണ പോലെ എ മൈനസ് ലാംഡ എഴുതുക. ഇത് ലോവർ ട്രയാങ്കുലറോ അപ്പർ ട്രയാങ്കുലറോ ഡയഗണലോ ഒന്നും അല്ല കേട്ടോ. സാധാരണ മെത്തേഡ് വെച്ച് എ മൈനസ് ലാംഡ എഴുതുക, ഡിറ്റർമിനൻ്റ് എന്ന് എഴുതുക. എന്നിട്ട് സിംപ്ലിഫിക്കേഷൻ നടത്തിയാൽ നമുക്ക്
ഇങ്ങനെ കിട്ടും. സോൾവ് ചെയ്യാം. ഈക്വൽ റൂട്ട്സ് ആണ് 5, 5. അപ്പോൾ രണ്ടും ഒന്നാണ്. λ1 5, λ2 5 ആണ്. അപ്പോൾ ആദ്യത്തെടുത്തു, അതിന് കണക്കാക്കി ഒരു K1 XY എടുത്തു. ഇത് കണ്ടുപിടിക്കണം, XY കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് A - λ1 I × K1 0 എന്ന് എഴുതല്ലോ. അങ്ങനെ എഴുതും. അത് എഴുതിയതിന് ശേഷം ഇങ്ങനെയാണ് വരുന്നത്. ഉണ്ടോ? 5 എടുത്തിട്ട് ഇങ്ങനെ വരും. അപ്പോൾ -2 4, -1 2, XY 0. അപ്പോൾ ഇക്വേഷൻ ഉണ്ടാക്കുക. ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ഒന്നും ഇവിടെ വേണ്ട. -2x + 4y 0 1, -1x + 2y 0 2. അപ്പോൾ സൈഡ് 0 വരുന്നതിനൊന്നും നമുക്ക് ഓഗ്മെൻറ്റഡ് ഉണ്ടാക്കി ചെയ്യേണ്ട കാര്യമില്ല, എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, ഇവിടെ ശരിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അതായത് എക്സിന് 2, വൈക്ക് 1 എടുത്താൽ 0 ആവില്ല ഇവിടെ. അതിവിടെ ഒന്ന് വെരിഫൈ ചെയ്താൽ മതി. ശരി, അപ്പോൾ അതെടുക്കുക. അതാണ് K1. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് സോൾവ് ചെയ്യാൻ വേറെ മെത്തേഡുണ്ട്. x = 2y കിട്ടും. ഇവിടെ ഈ ഇക്വേഷൻ ഒരു സൈഡ് എടുത്ത് x = 2y. x 2y ആണ്. x y-ന് ഡബിളാണ്. അപ്പോൾ y ഒന്നും എടുത്താൽ x 2 ആയിരിക്കും. അങ്ങനെ എടുക്കുക. എന്നിട്ട് വെരിഫൈ ചെയ്താൽ മതി. രണ്ടിനും ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാം. കിട്ടും. അപ്പോൾ ഒരു λ1 5 ആണ്. അതിൻ്റെ ഐഗൺ വാല്യൂ K1 കിട്ടി. ഇനി λ2 5 തന്നെയാണ്. λ2 5 തന്നെയാണ്. പക്ഷേ അതിന് കണക്കാക്കി നമുക്ക് ഇതേപോലെ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായി? ഇതേപോലെ നമുക്ക് കിട്ടുക എന്താണ്? 2 1 തന്നെയാണ് കിട്ടുക. 2 1 തന്നെ കിട്ടുക. λ 5 ആണ്. എസ് അബോവ് ലെറ്റ് K2 XY എടുത്താൽ ഇക്വേഷൻ തന്നെയാണ് കിട്ടുക. ഇത് തന്നെയാണ് കിട്ടുക. ഇത് രണ്ടും ഒരേ ഇക്വേഷനാണ്. ഇതിൻ്റെ ഡബിളാണിത്. അപ്പോൾ ഇതിൽ നിന്ന് വേറെ ഒരു വ്യത്യാസമായിട്ടൊന്നും കിട്ടാനില്ല. കാരണം x 0 എടുത്താൽ y 0 ആയി പോകും. അത് പറ്റില്ല, നമുക്ക് 0 0 പറ്റില്ല. അപ്പോൾ ഒരു ചാൻസ് ഇതേതുള്ളൂ. ഒന്നെങ്കിൽ എന്തായിരിക്കണം? x2 y 1 ആയിരിക്കും. ഇനി അതിൻ്റെ ഡബിളൊക്കെ വരാം, അതിൻ്റെ ഇരട്ടിയൊക്കെ വരാം. 4 2 വരാം. x 4 y 2 വരാം. അത് തന്നെയാണ്, ഇതിൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. ഒരു വെക്ടർ അതിൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. ഒരു വെക്ടർ അതിൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമുക്ക് വെക്ടറിന് എന്ത് മാറ്റാണ്? ഈ ഡയറക്ഷൻ ഒന്നും മാറുന്നില്ലല്ലോ. അതേ ലൈനിലുള്ള വെക്ടറല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മൾട്ടിപ്പിളൊക്കെ എടുത്തിട്ട് വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ K1 എന്താണോ അത് തന്നെയാണ് K2 വരിക. ഈ കേസിൽ ചില പ്രോബ്ലത്തിൽ ചിലപ്പോൾ വേറെ ചാൻസൊക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അതുപോലെയുള്ള അടുത്ത പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഫൈൻഡ് ദ ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ് ഓഫ് A = 9 1 1 191 119. ആസ് യൂഷ്വൽ A - λI ഫോം ചെയ്യാം. അങ്ങനെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞു ഇതിൽ ഐഗണിൽ മാത്രം -λ ഇട്ടാൽ മതി. ഓക്കെ, ഡിറ്റർമിനൻ്റ് കാണണം. പക്ഷേ ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ ഈ മാട്രിക്സിന് ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ കുറച്ച് എളുപ്പം എന്താ വെച്ചാൽ ഈ 3 റോയും കൂടി ആഡ് ചെയ്യാം. R1-നോട് R2 R3 ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇത് എല്ലാം 11 - λ ആയിട്ട് മാറും. R1 R2 R3ക്ക് ഒരു മാറ്റമില്ല. R1-നോട് ഫസ്റ്റ് വരും നോക്കിയാൽ R1-നോട് R2 R3 ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കോമൺ ആയിട്ടൊരു എലമെൻറ്റ് ഏതെങ്കിലും റോയിലോ അല്ലെങ്കിൽ കുളത്തിലോ വന്നാൽ അത് പുറമേ എടുക്കാം. ഡിറ്റർമിനൻ്റ് കാണാം. അപ്പോൾ 11 - λ പുറമേ എടുത്ത് ബാക്കി 1 1 1 അവിടെ വരും മുകളിൽ. ഇനി നമുക്ക് ഇത് രണ്ട് 0 ആക്കാം. എന്ത് ചെയ്താൽ മതി? R2-ന്ന് R1 കുറച്ചാൽ മതി അല്ലേ. അതുപോലെ R3-ന്ന് R1 കുറച്ചാൽ മതി. ആ പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് 11 - λ പുറമേ ഉണ്ടേ. അങ്ങനെ ഇത് രണ്ട് 0 ആവും. അതിനനുസരിച്ച് 9 - λ -1 ഉണ്ടാവും. അതാണ് 8 - λ. ഇത് 0 ആയിപ്പോൾ 1 - 1. ഇവിടെ 1 - 1 0 ആവും. ഇവിടെ 8 - λ. ഇനിയിപ്പോൾ ഡിറ്റർമിനൻ്റ് കാണാൻ എളുപ്പമാണ്. 11 - λ ഇൻറ്റു പുറമേ ഉണ്ട് 1 ഇൻറ്റു ബാക്കിയുള്ള ഭാഗത്തിൽ ഡിറ്റർമിനൻ്റ് അല്ലേ. മൈനസ് ബാക്കിയുള്ള 0 ആയിപ്പോൾ. ബാക്കിയൊക്കെ 0 ആവും. ഇതിനനുസരിച്ച് ഡിറ്റർമിനൻ്റ് അയക്കണം. അല്ലെങ്കിൽ ഫസ്റ്റ് കോളത്തിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ 1 ഇൻറ്റു ഇത് മാത്രമേ വേണ്ടൂ. ഇത് 0 0 അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇത് എഴുതിയത്. അപ്പോൾ 11 - λ ഇൻറ്റു ഇതിങ്ങനെ 8 - λ 8 - λ 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ അവിടെ ലാംഡയുടെ വില 11 വരും. 8 2 പ്രാവശ്യം വരും. അപ്പോൾ λ1 എന്നുള്ള 11-ഉം λ2 8-ഉം λ3 8 8 എടുക്കാം. ഓക്കെ, ഫസ്റ്റ് λ1 = 11. അപ്പോൾ അതിൻ്റെ ഐഗൺ വെക്ടർ K1 എന്നുള്ളത് XYZ എന്ന് എടുക്കാം. സാധാരണ നമ്മൾ K1 കണ്ടുപിടിക്കുന്ന പോലെ A - λ1 × K1 0 എന്ന് എഴുതി. അപ്പോൾ അത് പ്രകാരം എങ്ങനെ വരും? അത് സിംപ്ലിഫൈ ചെയ്താൽ -2 1 1 1 1 - 1 × XYZ 0 എന്ന് വരും. ഇതിപ്പോൾ നമ്മൾ 3 ഇക്വേഷനൊക്കെ ഉള്ളതാണ്. കുറച്ച് പ്രയാസമുണ്ട്. നേരത്തെ പോലെ അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ഉണ്ടാക്കുക. നമുക്കിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ R1 R3 ഇൻ്റർചേഞ്ച് ചെയ്യും. ഇൻ്റർചേഞ്ച് ചെയ്യും.
ഫസ്റ്റ് അതാണ് ചെയ്യുന്നത്. ലീഡിങ് വണ്ണിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ ലീഡിങ് വൺ ഇവിടെയാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ ലീഡിങ് വണ്ണ് അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് മാറ്റിയാലും മതി. അപ്പോൾ ലീഡിങ് വണ്ണ് കിട്ടാൻ വേണ്ടി ഇത് ഇങ്ങോട്ട് ഇട്ടു തൽക്കാലം. അങ്ങനെ ചെയ്തു. R1 R3 അങ്ങോട്ട് മാറ്റിയിട്ടു. അപ്പോൾ ലീഡിങ് വണ്ണായി ഇവിടെ. അതിൻ്റെ ചോട്ടിലുള്ള 2 സൂറാക്കേണ്ട പരിപാടിയാണിത്. ഇത് സൂറാക്കാൻ ഇതിലിത് കുറയ്ക്കണം. ഇതിന് 2 ടൈംസ് റോ ആഡ് ചെയ്യണം. അതാണ് ചെയ്തത്. അങ്ങനെ ഇത് കിട്ടി. ഇനി ലീഡിങ് വണ്ണിന് ഇവിടെ 3 ഉള്ള 1 ആക്കണം. ഇനി -1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റോ 2നെ. അപ്പോൾ ഇങ്ങനെ വന്നു. ഇനി അതിൻ്റെ ചോട്ടിലുള്ള സൂറാക്കിയാൽ ഇത് സൂറാക്കിയാൽ മതി. പിന്നെ R3 - 2R2 ചെയ്താൽ മതി അല്ലേ. ഈ 1 വെച്ചിട്ടാണ് 2R2 ചെയ്താൽ മതി. ഇത് 2R1 ഒന്നും ചെയ്യരുത്. R1 ചെയ്താൽ 0 - 2 × 1 ഇവിടെ പിന്നെ മാറിപ്പോവും. ഇത് മാറ്റം വരാതിരിക്കാൻ 3 - R3 - 3R2 ചെയ്യുക. അപ്പോൾ ഇതെല്ലാം 0 ആയിപ്പോയി. അപ്പോൾ ഇനി ഇക്വേഷനിലേക്ക് മാറ്റി x + y - 2z = 0 ഒന്ന്. അടുത്ത് y - z = 0. മൂന്നാമത്തെ 0 അല്ലേ. ഒരു 1 0 റോ വന്നുകൊണ്ട് ഒരു വേരിയബിൾ ഫ്രീ ആണ്. അപ്പോൾ z-ന് t കൊടുത്തു. അപ്പോൾ z-ന് t കൊടുത്താൽ അവിടെ y-യും t ആയിരിക്കും. അത് രണ്ടും കൊടുത്താൽ x ഇവിടെ എന്തായിരിക്കും t ആയിരിക്കും. അങ്ങനെ x t പിന്നെ x t ആയി y d ആയി z d ആയി. അപ്പോൾ ടിക്ക് 1 എടുത്താൽ x1 y1 z1. അതാണ് സൊല്യൂഷനാണ്. അപ്പോൾ k1 എന്ന് പറഞ്ഞാൽ 1 1 1 കിട്ടി. അപ്പോൾ λ1 = 11 എന്ന് പറഞ്ഞ ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കിട്ടി. ഇനി അടുത്ത λ2 = 8 വെച്ചിട്ട് അതിൻ്റെ ഐഗൺ വാല്യൂ k2 എടുക്കുക, x y z എടുക്കുക. അതേപോലെ തന്നെ a - λ2 × k2 0 എന്ന് എഴുതുക. ഇത് ഫോം ചെയ്യാം. ഇതിൻ്റെ x y z = 0 0 എന്ന് ഫോം ചെയ്യാം. ഓക്കെ, ഇങ്ങനെയായിട്ട് മാറും. 0 0 ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ഉണ്ടാക്കി. ഇതിൽ നമ്മൾ എന്തായാലും ഇത് 2 0 ആക്കാൻ നമ്മൾ ഉദ്ദേശം. അങ്ങനെ ചെയ്യുമ്പോഴേക്ക് 2 0 റോസ് ആയിട്ട് മാറും. അപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ടാവും. എന്തുണ്ടാവും? x + y + z 0 എന്നുണ്ടാവും. 2 0 റോസ് വന്നാൽ 2 ഫ്രീ വേരിയബിളാണ്. അപ്പോൾ 2 y-യും z x y z y-യും z-ഉം ഫ്രീ ആണ്. അപ്പോൾ y-ക്ക് t1 എന്നും z-ന് t2 എടുക്കണേ. ഒരു 2 t എടുക്കരുത്. അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ x കിട്ടും. x - (t1 + t2) ആണ്. അപ്പോൾ ഒരു t1 0 t2 1 കൊടുത്താൽ x - 1 വരും, y 0 വരും, z 1 വരും. പിന്നെ 2 0 എടുക്കരുത്. 2 0 എടുത്താൽ പിന്നെ ഇതെല്ലാം 0 ആയി പോകും. അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ -1 0 1 എന്ന രീതിയിൽ k2 കിട്ടും. ഓക്കെ, ഇനി ഇതേ λ3 വെച്ചിട്ട് നമ്മൾ ഇതേ പ്രൊസീജിയർ ചെയ്യുമ്പോൾ, ഇതേപോലെ നേരത്തെ പോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വേറെ രീതിയിൽ എടുക്കുന്ന t1 1 t2 0 എടുത്ത് നേരത്തെ എടുത്തതിന് വ്യത്യസ്തമായിട്ട് t1 0 t2 1 എടുക്കുന്ന വരോ തിരിച്ച് t1 1 t2 0 എടുത്ത് വെക്കുക. അങ്ങനെ എടുത്തപ്പോൾ വേറെ രീതിയിൽ വരുന്നുണ്ട്. അതാണ് k3. അപ്പോൾ അതിൽ വ്യത്യസ്തമായ ഒന്ന് വരുന്നുണ്ട്. നേരത്തെ വ്യത്യസ്തമായ ഒന്ന് കിട്ടാൻ ഇവിടെ ചാൻസ് ഉണ്ടതാണ്. ഇതിൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഇതിൻ്റെ മൾട്ടിപ്പിൾ അല്ല. നേരത്തെ ഒരു പ്രോബ്ലത്തിൽ വന്ന പോലെയല്ല. ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടല്ല വരിക, വേറെ തന്നെയാണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെ ഒരു പോസിബിലിറ്റി കൂടി അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ.